പബ്ലിക് സർവൻറ്റിൻ്റെ കേരള PSC എക്സാം കോച്ചിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് 2 ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻ, അതിൻ്റെ ആ പാർട്ടിൽ വരുന്ന ചോദിക്കാൻ ചാൻസുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും പറഞ്ഞിരുന്നു. അതേപോലെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്ത ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതൊരു കുറച്ച് വലിയ ഏരിയയാണ്, അപ്പം 2-3 സെക്ഷനായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇത് കേരള PSC എക്സാമിന് മാത്രമല്ല, ബാക്കി റെയിൽവേ എക്സാമിനും അങ്ങനെയുള്ള, അതായത് ജനറൽ GK സെക്ഷൻ ഉള്ള എല്ലാ എക്സാമിനും ഉപകാരപ്പെടുന്ന വീഡിയോസാണ്. ഇനി അതല്ല, ചെറിയ കുട്ടികൾക്ക് GK ജനറൽ നോളേജ് വളർത്തിക്കൊണ്ടുവരാൻ, ചെറിയ പ്രായത്തിലെ അത് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപകാരപ്രദമാകുന്ന വീഡിയോസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് കാണണം. നിങ്ങൾക്ക് ഏവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. The revolutionary organization Hindustan Democratic Federation, which actively involved in the Kakori case, was founded by. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. The revolutionary organization Hindustan Democratic Federation, which actively involved in the Kakori case, was founded by. അതായത് ഹിന്ദുസ്ഥാൻ ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ആരാണ്, അതിൻ്റെ ഫൗണ്ടർ എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ഒരു ഹിൻഡ് കൂടെ തന്നിട്ടുണ്ട്. കക്കോരി കേസുമായിട്ട് റിലേറ്റഡ് ആണ് ഈ ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടർ സജീന്ദ്ര സന്യാലാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ഇത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ റിനൈസൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ ആ ഏരിയയിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദിക്കാൻ ചാൻസ് ഉള്ളതും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനിടയിൽ ഈ ക്വസ്റ്റ്യനും തീർച്ചയായിട്ടും കടന്നു വരും. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്ത്യൻ റിനൈസൻസ് പറയുമ്പം ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ഈസ് രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1828 രാജാറാം മോഹൻ റോയ് ഫൗണ്ടഡ് ബ്രഹ്മസഭ അറ്റ് കൊൽക്കട്ട, ലേറ്റർ നോൺ ആസ് ബ്രഹ്മസമാജ്. ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇത് കൊൽക്കട്ടയിൽ 1828 സ്ഥാപിക്കുമ്പോൾ ഇതിൻ്റെ പേര് ബ്രഹ്മസഭ എന്നായിരുന്നു. പിന്നീട് അത് ബ്രഹ്മസമാജം എന്നാക്കിയതാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓരോന്ന് പഠിച്ചു പോകാം. തുടക്കക്കാർക്കും ഒക്കെ തന്നെ ഇത് അങ്ങനെ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ വായിച്ചു പഠിക്കാൻ സമയമില്ലാത്തവർക്ക് കേട്ട് പഠിക്കാൻ, വീട്ടമ്മമാർക്കൊക്കെ ഇത് കേട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കാം. 1828 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസഭ കൊൽക്കട്ടയിൽ സ്ഥാപിച്ചു. പിൽക്കാലത്ത് ഇത് ബ്രഹ്മസമാജം എന്നറിയപ്പെട്ടു. ഇനി രാജാറാം മോഹൻ റോയുടെ കഠിന പ്രയത്നം കൊണ്ടാണ് സതി എന്ന് പറയുന്ന ദുരാചാരം നിർത്തൽ ചെയ്തത് വില്യം ബെൻഡിക്കാണ്. വർഷം 1828 ഡിസംബർ 4 അപ്പോൾ എന്നാണ് സതി എന്ന് പറയുന്ന അനാചാരം ഇന്ത്യയിൽ നിർത്തൽ ചെയ്തത്? 1829 ഡിസംബർ 4. അത് ഓർത്ത് വയ്ക്കുക. 1829 ഡിസംബർ 4. After the death of Rajaram Mohan Roy, leadership went to the hands of ദേബേന്ദ്രനാഥ ടാഗോർ. അതായത് രാജാറാം മോഹൻ റോയുടെ മരണശേഷം ദേബേന്ദ്രനാഥ ടാഗോറായി പിന്നെ ബ്രഹ്മസമാജത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ ആരാണ്? ദേബേന്ദ്രനാഥ ടാഗോർ. എന്നാണ് ബെൻഡിക്ക് സതി നിർത്തൽ ചെയ്തത്? 1829 ഡിസംബർ 4. ഇനി അത് ബാൻ ചെയ്ത ഒരു റെഗുലേഷൻ ആക്ട് പറയുന്നുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് ഓർത്ത് വെക്കുക. ബംഗാൾ റെഗുലേഷൻ ആക്ട് 17 ബംഗാൾ റെഗുലേഷൻ ആക്ട് 17 പ്രകാരമാണ് സതി നിർത്തൽ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ബംഗാൾ റെഗുലേഷൻ ആക്ട് 17 പ്രകാരം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇപ്പം ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം
രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ദേവേന്ദ്രനാഥ ടാഗോർ ഏറ്റെടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുകയാണ്, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം ഡിവൈഡഡ് ഇൻറ്റു 2. എന്തൊക്കെയാണ്? ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമാണ് അത്. ഏതൊക്കെയാണ്? ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും ആണ് അത്. ഇനി ഇതിൽ തന്നെ ഭാരതീയ ബ്രഹ്മസമാജം വീണ്ടും ഡിവൈഡ് ചെയ്തു, എന്നിട്ട് സാധാരണ ബ്രഹ്മസമാജമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൊത്തം 3 ഡിവിഷൻസ് വരുന്നു. ആദി ബ്രഹ്മസമാജം, ഭാരതീയ ബ്രഹ്മസമാജം, സാധാരണ ബ്രഹ്മസമാജം. ആദി ബ്രഹ്മസമാജം വാസ് ഫൗണ്ടഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദേവേന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ആദി ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ചോദിക്കാം, ദേവേന്ദ്രനാഥ ടാഗോർ. ഓക്കെ, അല്ലെങ്കിൽ ആരുടെ ലീഡർഷിപ്പിലാണ് എന്ന് ചോദിച്ചാൽ ദേവേന്ദ്രനാഥ ടാഗോർ. ഇനി ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഘടന ഇതിനോടൊപ്പം നമ്മൾ പഠിച്ചു വെക്കാം. 1839 ഇദ്ദേഹം സ്ഥാപിച്ചതാണ് തത്വബോധിനി സഭ. തത്വബോധിനി സഭ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദേവേന്ദ്രനാഥ ടാഗോർ. ഇനി നമ്മൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ഭാരതീയ ബ്രഹ്മസമാജം. ഭാരതീയ ബ്രഹ്മസമാജം വാസ് ലെഡ് ബൈ കേശവചന്ദ്രസൻ. ആരാണ്? കേശവചന്ദ്രസൻ. ഏതാണ്? ഭാരതീയ ബ്രഹ്മസമാജം. ഓക്കെ, ഭാരതീയ ബ്രഹ്മസമാജം കേശവചന്ദ്രസെന്നിൻ്റെ നേതൃത്വത്തിലാണ് പോയത്. ഇനി അദ്ദേഹത്തിൻ്റെ വേറൊരു സംഘടനയാണ് സംഗത് സഭ. ഏതാണ്? സംഗത് സഭ. സംഗത് സഭ വാസ് സ്റ്റാർട്ടഡ് ബൈ കേശവചന്ദ്ര സെൻ 1859 എന്നാണ് 1859. അപ്പോൾ നമ്മുടെ ദേവേന്ദ്രനാഥ ടാഗോർ തത്വബോധിനി സഭ തുടങ്ങിയത് 1839 എന്നാൽ കേശവചന്ദ്ര സെൻ സംഗത് സഭ തുടങ്ങിയതോ 1859. സംഘടനകളൊക്കെ റെയറായിട്ടാണെങ്കിൽ കൂടെയും ചോദിക്കാറുണ്ട് ഇതെല്ലാം. അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കുക. എന്തിനാണ് നമ്മൾ നല്ലൊരു ക്വസ്റ്റ്യൻ വെറുതെ കളയുന്നത്? അപ്പോൾ നമ്മൾ കേട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. ഇനി നമ്മൾ വേറൊരു ബ്രഹ്മസമാജത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ്? ഒന്ന് ആദി ബ്രഹ്മസമാജം, ഭാരതീയ ബ്രഹ്മസമാജം. ആ ഭാരതീയ ബ്രഹ്മസമാജം സ്പ്ലിറ്റ് ചെയ്ത് പിന്നെ എന്തായിട്ടുണ്ട്? സാധാരണ ബ്രഹ്മസമാജം. അത് ആനന്ദമോഹൻ ബോസാണ് അതിൻ്റെ ഫൗണ്ടർ. ആരാണ്? ആനന്ദമോഹൻ ബോസ് എന്നാണ് 1878 1878 അപ്പം 1828 ബ്രഹ്മസമാജം അല്ലെങ്കിൽ ബ്രഹ്മസഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. അതും കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞു? 50 വർഷം അല്ലേ ആണ് എന്ത് വന്നത്? സാധാരണ ബ്രഹ്മസമാജം 1878. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അയ്യത്താൻ ഗോപാലൻ വാസ് എ ബ്രഹ്മസമാജ വർക്കർ ഇൻ കേരള. കേരളയിൽ ഒരു ബ്രഹ്മസമാജം വർക്കറാണ് അയ്യത്താൻ ഗോപാലൻ. അപ്പോൾ ഏകദേശം നമ്മൾ ബ്രഹ്മസമാജത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി രാജാറാം മോഹൻ റോയിനെ കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടന ഒരു പ്രധാനപ്പെട്ട സംഘടന മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, സാധാരണ ചോദിക്കാറുണ്ട്. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ആത്മീയ സഭ. ഓക്കെ, എന്താണ്? 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ആത്മീയ സഭ. ഏതാണ്? ആത്മീയ സഭ. ഓക്കെ, ബ്രഹ്മസമാജത്തിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ.
പിന്നെ സതി നിർത്തലാക്കിയ കാര്യം സതി എന്ന് പറയുന്ന ദുരാചാരം നിർത്തലാക്കിയ കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ രണ്ടാമനാണ്. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ രണ്ടാമൻ ആണ്. ഓക്കെ, അക്ബർ ഷാ രണ്ടാമൻ. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ഏതാണ്? ഭഗവത്ഗീത. ഓക്കെ, ഭഗവത്ഗീത ഏത് ഭാഷയിലേക്കാണ്? ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയുടെ പ്രധാനപ്പെട്ട കൃതികൾ: ജീസസിൻ്റെ കൽപ്പനകൾ, തുഫത്തുൽ മുവാഹിദീൻ. ഏതാണ്? തുഫത്തുൽ മുവാഹിദീൻ. ജീസസിൻ്റെ കൽപ്പനകളും തുഫത്തുൽ മുവാഹിദീനും. ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്നാണ് അതിൻ്റെ മലയാളം. പേർഷ്യൻ ഭാഷയാണത്. ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്നാണ് ഇതിൻ്റെ മലയാളം. തുഫത്തുൽ മുവാഹിദീൻ്റെ മലയാളം. രാജാറാം മോഹൻ റോയ് കൊൽക്കട്ടയിൽ സ്ഥാപിച്ച കോളേജ് ഏതാണ്? എവിടെയാണ്? കൊൽക്കട്ടയിൽ സ്ഥാപിച്ച കോളേജ് ഏതാണ്? വേദാന്ത കോളേജ്. ഏത് വർഷം? 1825. അപ്പോൾ ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കുറേ വർഷങ്ങളുണ്ട്. ഏതൊക്കെ? 15 ആത്മീയ സഭ, 28 ബ്രഹ്മസഭ അല്ലെങ്കിൽ സമാജം, സതി ദുരാചാരം നിർത്തൽ ചെയ്തത് 29. ഓക്കെ, ഇപ്പം 25 എന്താ പറഞ്ഞത്? കൊൽക്കട്ടയിൽ ഏത് കോളേജാണ്? വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നും അങ്ങനെയുള്ള പൊതു സന്ദേശം പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം. അത് വളരെ സത്യമാണല്ലോ. അത് വളരെ മുന്നേ അങ്ങനെയുള്ള ആൾക്കാരെയാണല്ലോ നമ്മൾ നവോത്ഥാന നായകർ എന്ന് പറയുന്നത്. എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. ഓക്കെ, രാജാറാം മോഹൻ റോയുടെ അത് നമ്മൾ പറഞ്ഞു. എന്താണ്? കേശവചന്ദ്ര സെൻ, അത് ആരൊക്കെയാണ് ഏറ്റെടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാണ് രാജാറാം മോഹൻ റോയിനെ കുറിച്ച്. ഹി വാസ് ബോൺ ഓൺ 22 മെയ് 1772. 1772 മെയ് 22 ജനനം. രാധാനഗർ വില്ലേജിലാണ് ജനനം. ഹൂഗ്ലിയിൽ, വെസ്റ്റ് ബംഗാളിലെ ഹൂഗ്ലിയിൽ രാധാനഗർ വില്ലേജിൽ, ബംഗാളിലെ രാധാനഗർ വില്ലേജിലാണ് ജനിച്ചത് 1772 മെയ് 22. ഹിസ് ഫാദർ വാസ് രമാകാന്ത് റോയ് ആൻഡ് മദർ വാസ് തരങ്കിണി ദേവിയാണ് അമ്മ. അച്ഛൻ രമാകാന്ത് റോയ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന് കുറച്ച് വിശേഷണങ്ങളുണ്ട്. ഹീസ് നോൺ ആസ് പ്രൊഫറ്റ് ഓഫ് ഇന്ത്യൻ നാഷണലിസം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്നറിയപ്പെടുന്നുണ്ട്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നറിയപ്പെടുന്നുണ്ട്. ആർക്കിടെക്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്നുണ്ട്. ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. പയനിയർ ഓഫ് സോഷ്യോ റിലീജിയസ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഇൻ മോഡേൺ ഇന്ത്യ. ഇതൊക്കെ ഇദ്ദേഹത്തിന് വിശേഷണങ്ങളാണ്. എന്തൊക്കെയാണ്? പ്രൊഫറ്റ് ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ആർക്കിടെക്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ, ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ, പയനിയർ ഓഫ് സോഷ്യോ റിലീജിയസ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഇൻ മോഡേൺ ഇന്ത്യ. ഓക്കെ, ഇനി in 1805 he wrote a book in Persian, A Gift to Monotheist എന്ന് പറയുന്ന ബുക്ക് ഇദ്ദേഹം എഴുതി. ഇദ്ദേഹം ഏകദൈവ വിശ്വാസിയാണ്. അതിനെ പ്രൊമോട്ട് ചെയ്ത ആളാണ്. അപ്പോൾ 1805 എ ഗിഫ്റ്റ് ടു മോണോതെസിസ്റ്റ് എന്ന ബുക്ക് അദ്ദേഹം എഴുതിയത്. ഓക്കെ, പിന്നെ ആത്മീയ സഭ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആത്മീയ സഭ ഫസ്റ്റ് സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോഷ്യോ റിലീജിയസ് റീഫോമാണ് ആത്മീയ സഭ എന്ന് പറയുന്നത്.
Hindu College. He founded Hindu College at Kolkata with David Hare, later named as Presidency College. പിന്നീട് പ്രസിഡൻസി കോളേജ് എന്നറിയപ്പെട്ട കോളേജ് കൊൽക്കട്ടയിൽ അദ്ദേഹം സ്ഥാപിച്ചത് ഏത് പേരിലാണ്? ഹിന്ദു കോളേജ്. അപ്പോൾ ഇദ്ദേഹം സതി എന്ന് പറയുന്ന ദുരാചാരത്തിനെതിരെ പോരാടിയ ആളാണെന്നൊക്കെ പറഞ്ഞല്ലോ. ഇദ്ദേഹം പോളിഗാമിക്ക് എതിരായിരുന്നു, ബഹുഭാര്യാത്വത്തിന് എതിരായിരുന്നു, ഏകദൈവ വിശ്വാസിയായിരുന്നു, ഏകദൈവ വിശ്വാസത്തിനെ പ്രോത്സാഹിപ്പിച്ച ആളായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് വേറെ ഉള്ളത്. In 1820 റോയ് പബ്ലിഷ്ഡ് ഹിസ് ബുക്ക് ഓൺ ജീസസ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ ദ പേഴ്സെപ്റ്റ്സ് ഓഫ് ജീസസ് എന്നാണ് പറയുന്നത്. പേഴ്സെപ്റ്റ്സ് ഓഫ് ജീസസ്, ജീസസിൻ്റെ കൽപ്പനകൾ, പേഴ്സെപ്റ്റ്സ് ഓഫ് ജീസസ്. ഹിസ് ഫസ്റ്റ് ബുക്ക് വാസ് വേദാന്ത ഗ്രന്ഥ. ആദ്യത്തെ ബുക്ക് ഏതാണ്? വേദാന്ത ഗ്രന്ഥ. He was the first person who introduced the word Hinduism in English language in 1816. 1816 ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇദ്ദേഹമാണ് എന്ന് പറയുന്നു. ഓക്കെ, മതങ്ങളെ താരതമ്യം ചെയ്തു പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്നാണ് മോനിയർ വില്യംസ് മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത്. ആരാണ്? മോനിയർ വില്യംസ്. ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ടുള്ള വജ്രസൂചി എന്ന നാടകം എന്ന നാടകം ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്തത് ഇദ്ദേഹമാണ്, രാജാറാം മോഹൻ റോയ് ആണ്. ദ ബൈബിൾ ഓഫ് ബ്രഹ്മസമാജ ഏതാണ്? ബ്രഹ്മധർമ്മയാണ് ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത്. He started the first missionary school in India on 13th July 1830. അപ്പോൾ ബ്രഹ്മസമാജത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ബ്രഹ്മസഭ എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. 1829 ഇത് ഇദ്ദേഹം സ്ഥാപിക്കുമ്പോൾ. പിന്നീട് ഇതിൻ്റെ പേര് ബ്രഹ്മസമാജം എന്നായത് 1830. ഓക്കെ, ഹി വാസ് ദ ഫസ്റ്റ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻ ബ്രാഹ്മിൻ ടു വിസിറ്റ് ഇംഗ്ലണ്ട്. അത് ഓർത്ത് വെക്കാം. പിന്നെ തുഫത്തുൽ മുജാഹിദീൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അത് പേർഷ്യൻ ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതിയത്. അതിൻ്റെ നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം മരിച്ചത് ഇന്ത്യയിൽ വെച്ചിട്ടല്ല, ഇദ്ദേഹം മരിച്ചത് ബ്രിട്ടനിൽ വെച്ചിട്ടാണ്. 1833 ഇംഗ്ലണ്ടിൽ ഇദ്ദേഹം മരിക്കുകയാണ്. 1833 സെപ്റ്റംബർ 27 ബ്രിസ്റ്റൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം മരിച്ചത്. 1833 സെപ്റ്റംബർ 27. The tomb built in 1843 located in the Arhos Valley Cemetery on the outskirts of Bristol. ബ്രിസ്റ്റളിൽ തന്നെ ഇദ്ദേഹത്തിന് ഒരു ശവകുടീരം നിർമ്മിച്ചിട്ടുണ്ട്. 1843 അത് അത് ബിൽറ്റ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ആയ ദ്വാരകാനാഥ് ടാഗോറാണ്. ദ്വാരകാനാഥ് ടാഗോറാണ് അത് നിർമ്മിച്ചത്. അപ്പോൾ ഈ ദ്വാരകാനാഥ് ടാഗോറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പേഴ്സൺ ഹു ഹെൽപ്ഡ് രാജാറാം മോഹൻ റോയ് ഇൻ ദ ബ്രഹ്മ സമാജ് മൂവ്മെൻറ്റ്. ശിഷ്യനല്ല, ഇദ്ദേഹത്തിൻ്റെ ഒരു അനുയായി എന്ന് നമുക്ക് പറയാം. ദ്വാരകാനാഥ് ടാഗോർ അദ്ദേഹം ഈ നമ്മുടെ ബ്രഹ്മ സമാജം സ്ഥാപിക്കാൻ രാജാറാം മോഹൻ റോയിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് പിൽക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം, രാജാറാം മോഹൻ റോയിൻ്റെ ശവകുടീരം ബ്രിസ്റ്റളിൽ സ്ഥാപിച്ചത്. ഹു വാസ് ദ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് ബ്രഹ്മ സമാജ്? താരാചന്ദ് ചക്രവർത്തിയാണ് ഫസ്റ്റ് സെക്രട്ടറി. ബ്രഹ്മസമാജത്തിൻ്റെ ഫസ്റ്റ് സെക്രട്ടറി താരാചന്ദ് ചക്രവർത്തിയാണ്. ഹു ഈസ് നോൺ ആസ് രാം മോഹൻ റോയ് ഓഫ് സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യയിലെ രാംമോഹൻ റോയ് എന്നറിയപ്പെടുന്നത് വീരേശലിംഗ പാണ്ഡുലു ആണ്. ആന്ധ്രാക്കാരനായ വീരേശലിംഗ പാണ്ഡുലു ആണ് രാം മോഹൻ റോയ് ഓഫ് സൗത്ത് എന്ന് അറിയപ്പെടുന്നത്, സൗത്ത് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് രാജാറാം മോഹൻ റോയിനെ കുറിച്ചിട്ട് പറയാനുള്ളത്.
Widow Remarriage Act was passed in 1856 due to the effort of Ishwara Chandra Vidyasagar. അപ്പോൾ വിഡോ റീമാരേജ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1856 ഡ്യൂ ടു ദ എഫേർട്ട് ഓഫ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. അത് നമ്മൾ ഇപ്പം സതി എന്ന് പറയുന്ന ദുരാചാരത്തിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ, അത് നിർത്തൽ ചെയ്തതിനെക്കുറിച്ച്. അത് കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു എന്താ പറയുക, സ്ത്രീകളുടെ ഉന്നമനത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ആക്റ്റാണ് വിഡോ റീമാരേജ് ആക്ട് അല്ലേ. അപ്പോൾ അത് 1856 പാസ്സായത്. ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഈശ്വര ചന്ദ്ര വിദ്യാസാഗറാണ്. ഓക്കെ. സോം പ്രകാശ് ന്യൂസ് പേപ്പർ വാസ് പബ്ലിഷ്ഡ് ബൈ ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. അപ്പോൾ സോം പ്രകാശ് എന്ന ന്യൂസ് പേപ്പർ അദ്ദേഹത്തിൻ്റെയാണ്, ഈശ്വര ചന്ദ്ര വിദ്യാസാഗറിൻ്റെതാണ്. നെക്സ്റ്റ്, യങ് ബംഗാൾ മൂവ്മെൻറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ഹെൻറി എൽ വിവിയൻ ഡെറോസിയോ. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് മുഴുവൻ കുറേ നേരത്തേക്ക് ഓരോരോ സംഘടനകളുടെ പേരും അതെവിടെയാണെന്നും അതിൻ്റെ സ്ഥാപകരെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും മനസ്സിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കോഡ് വെച്ച് നമ്മളത് ഓർത്ത് വെക്കാം. അപ്പോൾ എല്ലാത്തിനും ഞാൻ എൻ്റേതായ ഒരു കോഡ് പറയാം, നിങ്ങൾ അത് തന്നെ ഓർക്കണമെന്നില്ല, നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വിഡോ റീമാരേജ് ആക്ട് നമ്മൾ പറഞ്ഞു ഈശ്വര ചന്ദ്ര വിദ്യാസാഗറാണ്. അപ്പോൾ അതായത് വിധവകളുടെ പുനർവിവാഹം ആണല്ലേ വിഡോ റീമാരേജ് ആക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആരുമില്ല അന്നത്തെ സമയത്തൊന്നും സ്ത്രീകൾക്കൊരു സഹായത്തിന്. അപ്പം ഈശ്വരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ വിചാരിച്ചാൽ മതി. ഈശ്വര ചന്ദ്ര വിദ്യാസാഗറാണ് വിഡോ റീമാരേജ് ആക്ടിന് മുൻകൈ എടുത്തത്. 1856 നടന്നത്. ഓക്കെ. ഇനി അദ്ദേഹത്തിൻ്റെ ഈ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ ന്യൂസ് പേപ്പറാണ് സോം പ്രകാശ്. സോം പ്രകാശ്, അതിനെന്തെങ്കിലും കോഡ് നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. യങ് ബംഗാൾ മൂവ്മെൻറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ഹെൻറി എൽ വിവിയൻ ഡെറോസിയോ. യങ് ബംഗാൾ മൂവ്മെൻറ്റ് അല്ലേ, നല്ലൊരു കോഡ്, വളരെ യങ് ആയിട്ടുള്ളൊരു പേരാണ് അദ്ദേഹത്തിൻ്റെ. ആളുടെ പേര് എന്താണ്? ഹെൻറി എൽ വിവിയൻ ഡെറോസിയോ. ഇൻ 1867 പ്രാർത്ഥനാ സമാജിൻ്റെ വർഷമൊക്കെ ഓർത്ത് വെച്ചോളൂ. 1867 an offshoot of ബ്രഹ്മ സമാജ് വാസ് ഫൗണ്ടഡ് ബൈ ആത്മാറാം പാണ്ഡുരംഗ്. എവിടെ? ബോംബെയിൽ. അപ്പോൾ 1867 പ്രാർത്ഥനാ സമാജ് സ്ഥാപിച്ചത് ആരാണ്? ആത്മാരാം പാണ്ഡുരംഗാണ്, ബോംബെയിലാണ്. അപ്പോൾ ഏത് വർഷം എന്നുള്ളതും എവിടെയാണെന്നുള്ളതും ഓർത്ത് വെക്കാം. ഇനി ഒരു കോഡ് പറയാം. എന്താണ്? പ്രാർത്ഥനാ സമാജല്ലേ. അപ്പോൾ പ്രാർത്ഥിച്ചു. എന്തിനാണ് അയാൾ പ്രാർത്ഥിച്ചത്? എൻ്റെ പാണ്ട് മാറ്റണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ആരാണ്? ആത്മാരാം പാണ്ഡുരംഗ്. അപ്പോൾ പ്രാർത്ഥിച്ചതാണ് പ്രാർത്ഥനാ സമാജ് കേട്ടോ. അങ്ങനെ കോഡ് വെക്കുക. പ്രാർത്ഥനാ സമാജ് ഫൗണ്ടർ ആത്മാരാം പാണ്ഡുരംഗ്. ഇനി അടുത്തത് പൂന സാർവജനിക് സഭ വാസ് ഫൗണ്ടഡ് ബൈ എം ജി റാനഡെ. 1870. അപ്പോൾ പൂനെയിലും സാർവജനികമായിട്ട് എന്തുണ്ട്? എം ജി റോഡ് ഉണ്ട്. പൂനെയിലും സാർവജനികമായിട്ട് എന്തുണ്ട്? എല്ലാ സ്ഥലത്തും എം ജി റോഡ് ഉണ്ടാവും അല്ലേ. നമുക്കറിയാം കോഴിക്കോട് ഉണ്ടാകും, തൃശ്ശൂർ ഉണ്ടാകും, എല്ലായിടത്തും എല്ലാ സ്ഥലത്തും. അതേപോലെ തന്നെ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ എത്രയും ജില്ലകളിൽ എം ജി റോഡുള്ള സ്ഥിതിക്ക് ഇന്ത്യയിൽ എല്ലായിടത്തിലും എം ജി റോഡ് ഉണ്ടാവും എന്ന് പഠിക്കും. മഹാത്മാഗാന്ധി റോഡ്. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കാം. പൂന സാർവജനിക സഭ. അപ്പോൾ പൂനെയിലും സാർവജനികമായിട്ട് എന്തുണ്ടാകും? എം ജി റോഡ് ഉണ്ടാകും. ആരാണ് പൂന സാർവജനിക സഭേൻ്റെ സ്ഥാപകൻ? എം ജി റാനഡെ. ഏത് വർഷം? 1870. ഏത് വർഷം? 1870. അടുത്തത് സത്യശോധക് സമാജ് വാസ് ഫൗണ്ടഡ് ബൈ. അപ്പോൾ വർഷം ഓർക്കുക കേട്ടോ. പ്രാർത്ഥനാ സമാജ് 67, പൂന സാർവജനിക സഭ 70. അടുത്തത് 3 വർഷം കഴിഞ്ഞിട്ട് സത്യശോധക് സമാജ് വാസ് ഫൗണ്ടഡ് ബൈ ജ്യോതി റാവു ഫൂലെ. അപ്പോൾ അത് നിങ്ങൾ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് ജ്യോതി എന്ന് പറയുന്ന ഒരു സത്യസന്ധയായ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ സത്യശോധക് സമാജ് ആരാണ്? ജ്യോതി റാവു ഫൂലെയാണ്. ഏത് വർഷമാണ്? 73.
ദ മൗത്ത് പീസ് ഓഫ് സത്യശോധക സമാജ് ദീനബന്ധുവാണ്. അതെങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ, ഈ ജ്യോതിറാവ് ഫൂലെ എന്ന് പറയുന്നത് അംബേദ്കറിൻ്റെ ഗുരുവൊക്കെയാണ്. അപ്പോൾ അംബേദ്കറൊക്കെ നമുക്കറിയാം വളരെ എന്താ പറയുക കഷ്ടപ്പെടുക, അല്ലെങ്കിൽ വളരെ എന്താ പറയുക കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജാതിപരമായിട്ടൊക്കെ വളരെ താഴേക്കിടയിൽ അന്ന് നിന്നിട്ടുള്ള ആൾക്കാർക്ക് അല്ലേ, അല്ലെങ്കിൽ അന്ന് ജാതീയമായിട്ടുള്ളൊക്കെ ഭയങ്കര വേർതിരിവുകളുള്ള സമയം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച ആളാണ് അംബേദ്കർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഇദ്ദേഹവും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഈ മൗത്ത് പീസ് ഓഫ് സത്യശോധക സമാജം, അതായത് മുഖപത്രം, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പേരാണ് ദീനബന്ധു എന്നാണ് അതിൻ്റെ പേര്. എന്താണ്? ദീനബന്ധു. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക കേട്ടോ. സത്യശോധക സമാജിൻ്റെ മൗത്ത് പീസ് ദീനബന്ധുവാണ്. ആരാണ് സത്യശോധക സമാജിൻ്റെ ഫൗണ്ടർ? ജ്യോതിറാവ് ഫൂലെ. ജ്യോതിറാവ് ഫൂലെ പൊളിറ്റിക്കൽ ഗുരു ഓഫ് B.R. അംബേദ്കർ. ബുക്സ് ഓഫ് ജ്യോതിറാവ് ഫൂലെ, അതും ഇതേപോലെയുള്ള പേരുകളാണ്. ഗുലാംഗിരി, സത്യധർമ്മ പുസ്തക് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. അത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും. പെട്ടെന്ന് ഒരു ചോദ്യമായിട്ട് ഗുലാംഗിരി വന്നു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇപ്പം തന്നെ ഉറപ്പിച്ച് വെക്കുക ഗുലാംഗിരിയും എന്തുമായിട്ട്, അതായത് ഗുലാംഗിരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഒരു അടിമത്തം, കഷ്ടപ്പാട്, അതുമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേരാണ് സത്യധർമ്മ പുസ്തകം. അപ്പോൾ സത്യശോധക് സമാജിൻ്റെ ഫൗണ്ടറായ ജ്യോതിറാവ് ഫൂലെൻ്റെ ബുക്സാണിതൊക്കെ. ദീനബന്ധു എന്നാണ് അദ്ദേഹത്തിൻ്റെ സത്യശോധക് സമാജിൻ്റെ മൗത്ത് പീസിൻ്റെ പേര്. അടുത്തത് ദേവസമാജ്. കുറച്ച് പ്രൗഢമായ ഒരു പേരാണ് അല്ലേ, ദേവസമാജ്. നമ്മളൊരു ദേവലോകം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു പേരാണ് ദേവസമാജ്. ദേവസമാജ് വാസ് ഫൗണ്ടഡ് ബൈ പണ്ഡിത് ശിവനാരായൺ അഗ്നിഹോത്രി. അപ്പോൾ വളരെ പ്രൗഢമായ ഒരു പേര് തന്നെയാണ് അദ്ദേഹത്തിന്. ദേവസമാജ് വാസ് ഫൗണ്ടഡ് ബൈ പണ്ഡിത് ശിവനാരായൺ അഗ്നിഹോത്രി. വേദസമാജ് വാസ് ഫൗണ്ടഡ് ബൈ ശ്രീധരലു നായിഡു. അതിന് കോഡൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. വേദസമാജ്, അപ്പം നിങ്ങളിത് എല്ലാം ഞാൻ പറയുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വേദസമാജ് അങ്ങനെ കേട്ടിട്ടില്ല, എന്നാലും ഞാൻ പറയുകയാണ്. വേദസമാജ് വാസ് ഫൗണ്ടഡ് ബൈ ശ്രീധരലു നായിഡു. അഹമ്മദീയ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വേറെ ചിലതുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വെക്കാം. അഹമ്മദീയ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ മിർസ ഗുലാം അഹമ്മദാണ്. അതായത് ഈ അലിഗർ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതുമായിട്ട് ഇതിനെ ക്ലാഷ് ആവരുത്. അഹമ്മദിയ മൂവ്മെൻറ്റ് മിർസ ഗുലാം അഹമ്മദാണ്. അലിഗർ മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ വേറെ ആളാണ്. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഓക്കെ, സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി മാനവ് ധർമ്മ സഭ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദുർഗാറാം മഞ്ചാറാം ഇൻ ഗുജറാത്ത്. ഓക്കെ, അത് അത്ര അങ്ങോട്ടും കേട്ടിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. മാനവ ധർമ്മ സഭ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദുർഗാറാം മഞ്ചാറാം ഇൻ ഗുജറാത്ത്. അടുത്തത് ഫറാസിയ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഹാജി ഫാരിയത്ത് ഇൻ ബംഗാൾ. ഫറാസിയ മൂവ്മെൻറ്റ് എവിടെയാണ് തുടങ്ങിയത്? ബംഗാളിലാണ്. ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? ഹാജി ഫാരിയത്ത്. അതിപ്പോൾ തന്നെ പഠിച്ചാൽ ഫറാസിയ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഹാജി ഫാരിയത്ത്. എവിടെ? ബംഗാളിൽ. ഏത് വർഷം? 1818. അപ്പോൾ ഫറാസിയ മൂവ്മെൻറ്റും എവിടെ തന്നെയാണ്? ബംഗാളിൽ. ഒരുപാട് മൂവ്മെൻറ്റ്സ് അവിടെ. ബംഗാളിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് പൊളിറ്റിക്കലായാലും അങ്ങനെയുള്ള ആൾക്കാരും, ഇനി എന്താ പറയുക, ആർട്ടാണെങ്കിലും, അതായത് ഇപ്പോൾ എഴുത്തുകാരും കലാകാരന്മാരുടെയും പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരുടെയും ഒക്കെ ഒരു കേന്ദ്രം തന്നെയാണ് ബംഗാൾ. അപ്പോൾ ഫറാസിയ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഹാജി ഫാരിയത്ത് ഇൻ ബംഗാൾ 1818. ഓക്കെ, മറക്കരുതേ. ദിയോബന്ദി മൂവ്മെൻറ്റ് ഫോർ മുസ്ലിം വാസ് സ്റ്റാർട്ടഡ് ബൈ ഖാസിം നാന തവീൻ, ഉത്തർപ്രദേശ്. ഞാൻ അത്ര കേട്ടിട്ടില്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും പറയാണ്, ദിയോബന്ദി മൂവ്മെൻറ്റ്
ഫോർ മുസ്ലിം. അത് മുസ്ലിംസിന് വേണ്ടിയിട്ടുള്ള, അപ്പോൾ അത് ഓർത്ത് വെച്ചോളൂ. അതും പ്രത്യേകിച്ച് പറയുന്നുണ്ട്, മുസ്ലിംസിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ദിയോബന്തി മൂവ്മെൻറ്റ് ഫോർ മുസ്ലിംസ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഖാസിം നാനാ തവീൻ ഉത്തർപ്രദേശ്. അപ്പോൾ പെർട്ടിക്കുലർലി മുസ്ലിംസിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു മൂവ്മെൻറ്റാണ് ദിയോബന്തി മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മുസ്ലിംസിന് നവോത്ഥാനത്തിന് വേണ്ടി ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ? ഖാസിം നാനാ തവി. എവിടെയാണ് ഈ ഒരു മൂവ്മെൻറ്റ്? ഉത്തർപ്രദേശിലാണ് നടന്നത്. സ്വാമി നാരായണ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ സഹജാനന്ദ സ്വാമി. അതും അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ. സ്വാമി നാരായണ സ്വാമി മൂവ്മെൻറ്റ് സഹജാനന്ദ സ്വാമിയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഓർത്ത് വെക്കാം. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഏത് വർഷം ഇപ്പം തന്നെ പഠിച്ചോളൂ. 1866 അക്കങ്ങൾ മനസ്സിൽ വരിക. 1866 അങ്ങനെ എഴുതി വെച്ചോ. ഏതുമായിട്ട് ബന്ധമുണ്ട്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആരാണ്? ദാദാഭായ് നവറോജി. എവിടെയാണ് സ്ഥാപിച്ചത്? ലണ്ടനിലാണ്. അടുത്തത്, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ വാസ് സ്റ്റാർട്ടഡ് ബൈ ബദറുദ്ദീൻ തിയാബ്ജി ആൻഡ് ഫിറോസ് ഷാ മേത്ത ഇൻ 1885. ഇമ്പോർട്ടൻ്റ് ആണ്. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആരാണ് സ്ഥാപിച്ചത്? ബദറുദ്ദീൻ തയാബ്ജിയും ഫിറോസ് ഷാ മേത്തയുമാണ്. പഠിച്ചു വെക്കാം. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ 1885. ബദറുദ്ദീൻ തയാബ്ജിയും ഫിറോസ് ഷാ മേത്തയും. ബദറുദ്ദീൻ തയാബ്ജിയും ഫിറോസ് ഷാ മേത്തയുമാണ്. ഓക്കെ, എന്ത്? ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. അടുത്തതും ഇമ്പോർട്ടൻ്റ് ആണ്. ഹിതകാരിണി സമാജ് വാസ് സ്റ്റാർട്ടഡ് ബൈ വീരേശലിംഗ പാണ്ഡുലു. ആന്ധ്രാക്കാരനാണ് ഇദ്ദേഹം. ഹിതകാരിണി സമാജ്, നമ്മൾ നേരത്തെ ഒരു പാണ്ഡുരംഗ് പറഞ്ഞിരുന്നു, ആത്മാരാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം. അതും ഇത് മാറിപ്പോകരുത്, പാണ്ഡുലുവും പാണ്ഡുരംഗും. ഇത് ഹിതകാരിണി സമാജ്, വീരേശലിംഗ പാണ്ഡുലു. ദ മാഗസീൻ സ്റ്റാർട്ടഡ് ബൈ വീരേശലിംഗ പാണ്ഡുലു. വിവേകവർദ്ധിനിയാണ്. ഏതാണ്? വിവേകവർദ്ധിനി. ഏതാണ്? വിവേകവർദ്ധിനി. ആരാണ്? വീരേശലിംഗ പാണ്ഡുലു. അപ്പോൾ വീരേശലിംഗ പാണ്ഡുലുവിൻ്റെതാണ് ഹിതകാരിണി സമാജ്. ആരതായിരുന്നു? ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആരായിരുന്നു? ബദറുദ്ദീൻ തിയാബ്ജിയും ഫിറോസ് ഷാ മേത്തയും. ഏത് വർഷം? 1885. വിവേകവർദ്ധിനി, ഹിതകാരിണി സമാജ് ആരുമായിട്ട് ബന്ധമുണ്ട്? വീരേശലിംഗ പാണ്ഡുലു. ഓക്കെ, ഇനി ഭൂദാൻ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ആചാര്യ വിനോബ ഭാവെ. എന്നാണ്? 1951 ഏപ്രിലാണ്. അതായത് 18th April 1951. 1951 ഏപ്രിൽ 18 ആണ് തുടങ്ങിയത്. പൂച്ചംപിള്ളി ഇൻ തെലുങ്കാന. ഓക്കെ, ഭൂദാൻ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ആചാര്യ വിനോബ ഭാവെ. 1951 ഓർക്കുക. ഏപ്രിൽ 18 എവിടെയാണെന്നും ഓർക്കുക. പൂച്ചംപിള്ളി ഇൻ തെലുങ്കാന. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. സത്നാമി മൂവ്മെൻറ്റ് ഗുരു ഘാസിദാസ്. അത് കേട്ട് മനസ്സിലേക്ക് കയറണം. ഒരുപാട് പ്രാവശ്യം അത് കേൾക്കുക. അപ്പോൾ നമുക്കൊരു പേരുമായിട്ട് അത് കണക്റ്റഡ് ആവും. ഓരോരോ അതിൻ്റെ ഫൗണ്ടേഴ്സിന് കണക്റ്റഡ് ആവും. സത്നാമി മൂവ്മെൻറ്റ് ഗുരു ഘാസിദാസ് 1820. അടുത്തത് നംദാരി മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ബാബ ബാലക് സിംഗ്. എവിടെയാണ്? പഞ്ചാബ്. ഈ നംദാരി മൂവ്മെൻറ്റാണ് പിൻകാലത്ത് കൂക്ക മൂവ്മെൻറ്റ് എന്നായിട്ട് മാറിയത്. അത് ഓർമ്മിക്കുക. നംദാരി മൂവ്മെൻറ്റ് ബാബ ബാലക് സിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്. നംദാരി മൂവ്മെൻറ്റ് ബാബ ബാലക് സിംഗ് പഞ്ചാബ്. ഇതാണ് പിൽക്കാലത്ത് കൂക്ക മൂവ്മെൻറ്റ് ആയത്. ഇനി തിരങ്കാരി മൂവ്മെൻറ്റ് അങ്ങനെ കോമൺ ആയിട്ട് കേട്ടിട്ടില്ല. തിരങ്കാരി മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ബാബ ദയാൽദാസ്. അതും പഞ്ചാബ് തന്നെയാണ്. വലിയുള്ള മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ഡൽഹി ബൈ ഷാ വലിയുള്ള. അതും കേട്ടിട്ടില്ല അത്ര. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ്, ബഹിഷ്കൃത ഹിതകാരിണി സഭ വാസ് ഫൗണ്ടഡ് ബൈ BR അംബേദ്കർ. അംബേദ്കറിൻ്റെ ഗുരു, പൊളിറ്റിക്കൽ ഗുരു ആരായിരുന്നു? ജ്യോതിറാവു ഫൂലെ ആയിരുന്നു. ഇതിൻ്റെ പേരെന്തായിരുന്നു? സത്യശോധക് സമാജ്. അതിൻ്റെ മൗത്ത് പീസ് എന്തായിരുന്നു? ദീനബന്ധു. ഇനി മഹർ മൂവ്മെൻറ്റ്
BR അംബേദ്കർ. മഹർ മൂവ്മെൻറ്റ് ആരാണ് സ്ഥാപിച്ചത്? BR അംബേദ്കർ. മഹർ മൂവ്മെൻറ്റ് BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിലുള്ളതാണ്. മുഹമ്മദീയൻ ലിറ്റററി സൊസൈറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. മുഹമ്മദീയൻ ലിറ്റററി സൊസൈറ്റി 1863 ആരാണ്? നവാബ് അബ്ദുൾ ലത്തീഫാണ്. എന്നാൽ അഹമ്മദീയ മൂവ്മെൻറ്റോ മിർസ ഗുലാം അഹമ്മദാണ്. മാറിപ്പോവരുത്. അടുത്തത് ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ 1914. ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ 1914. ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യ 1914. അടുത്തത് 1875 ആര്യ സമാജ് വാസ് ഫൗണ്ടഡ് ബൈ സ്വാമി ദയാനന്ദ സരസ്വതി അറ്റ് ബോംബെ. 1875 ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ഇവിടെ ബോംബെയിൽ. അതേ വർഷം തന്നെ 1875 അലിഗർ മൂവ്മെൻറ്റ് വാസ് ഫൗണ്ടഡ് ബൈ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് മൂവ്മെൻറ്റ് 1875. മിർസ ഗുലാം അഹമ്മദ് എന്തായിരുന്നു? എന്തിൻ്റെ ലീഡറായിരുന്നു? മിർസ ഗുലാം അഹമ്മദ് അഹമ്മദീയ മൂവ്മെൻറ്റിൻ്റെ അല്ലേ? അഹമ്മദീയ മൂവ്മെൻറ്റിൻ്റെ ലീഡറായിരുന്നു മിർസ ഗുലാം അഹമ്മദ്. എന്നാൽ മുഹമ്മദീയ ലിറ്റററി സൊസൈറ്റി 1863 ആരാ സ്ഥാപിച്ചത്? നവാബ് അബ്ദുൾ ലത്തീഫ്. ഇതാരാണ്? 1875 അലിഗർ മൂവ്മെൻറ്റ് ആരുടെ നേതൃത്വത്തിലാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. In 1875 Theosophical Society was founded by Madam H.P. Blavatsky and കേണൽ HS ഓൾക്കോട്ട് USA. അപ്പോൾ 1875 തിയോസഫിക്കൽ സൊസൈറ്റി 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 75. ഒന്ന് ആര്യസമാജം ബോംബെയിൽ, പിന്നെ അലിഗർ മൂവ്മെൻറ്റ് ഓർമ്മിച്ചു വെച്ചോ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിഡ്സ്കിയും കേണൽ ഓൾക്കോട്ടും എവിടെ? റഷ്യയിൽ സ്ഥാപിച്ചത്. ഓക്കെ. തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഫൗണ്ടഡ് ബൈ മാഡം ബ്ലാവിഡ്സ്കി ആൻഡ് ഓൾക്കോട്ട് അറ്റ് അഡയാർ 1882 പിന്നീട് സ്ഥാപിച്ചു. തിയോസഫിക്കൽ സൊസൈറ്റി ഈസ് ഓൾസോ കോൾഡ് ഇന്ത്യൻ ബ്രഹ്മവിദ്യാ സംഘം എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. തിയോസഫിക്കൽ സൊസൈറ്റിനെ ഇന്ത്യൻ ബ്രഹ്മവിദ്യാ സംഘം എന്ന് അറിയപ്പെടുന്നുണ്ട്. In 1884 ഡെക്കാൻ, വെരി ഇമ്പോർട്ടൻറ്റ്, 1884 ഓർത്ത് വെച്ചോ, വർഷം ഓർത്ത് വെച്ചോ, 1884. 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ബൈ GG അഗാർക്കർ, MG റാനഡെ, BG തിലക്, VG ചിപ്നോക്കർ. ഓക്കെ. 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ബൈ GG അഗാർക്കർ, MG റാനഡെ, BG തിലക്, VG ചിപ്നോക്കർ. എല്ലാവരുടെയും പേരിൽ G ഇനീഷ്യലുണ്ട്. അപ്പോൾ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1884 അത് ഓർമ്മിക്കാം. ഫൗണ്ടേഴ്സിനെ ഓർമ്മിക്കാം. In 1884 മദ്രാസ് മഹാജന സഭ വാസ് ഫൗണ്ടഡ് ബൈ G സുബ്രഹ്മണ്യ അയ്യർ, വീരരാഘവാചാരി ആൻഡ് അനന്ത ചാർലു. 1884 തന്നെയാണ് മദ്രാസ് മഹാജനസഭ. ആരൊക്കെയാണ് ഫൗണ്ടേഴ്സ്? മദ്രാസിലാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് നിന്നുള്ള ആളുകളാണ് ഉണ്ടാവുക. ആരാണ്? G സുബ്രഹ്മണ്യ അയ്യർ, വീരരാഘവാചാരി, അനന്ത ചാർലു. അപ്പോൾ 1884 2 സംഭവങ്ങളാണ് പ്രധാനമായിട്ടും. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയും മദ്രാസ് മഹാജനസഭയും. മദ്രാസ് മഹാജനസഭയുടെ ആരൊക്കെയാണ്? G സുബ്രഹ്മണ്യ അയ്യറും വീരരാഘവാചാരിയും അനന്ത ചാർലു. ഇനി രാമകൃഷ്ണ മിഷൻ വാസ് ഫൗണ്ടഡ് ബൈ സ്വാമി വിവേകാനന്ദൻ 1897 അറ്റ് ബേലൂർ. 1897 ഓർക്കാം. രാമകൃഷ്ണ മിഷൻ വാസ് ഫൗണ്ടഡ്, അത് പറഞ്ഞു. പരമഹംസ മണ്ഡാലി വാസ് സ്റ്റാർട്ടഡ് ബൈ ദഡോബ പാണ്ഡുരംഗ് ആൻഡ് ബാലശാസ്ത്രി ജംബേദ്കർ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. പരമഹംസ മണ്ഡാലി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്. ആരാണ് ഫൗണ്ടേഴ്സ്? ദഡോബ പാണ്ഡുരംഗും ബാലശാസ്ത്രി ജംബേദ്കറുമാണ്.
അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗോപാൽ ഹരി ദേശ്മുഖ്, ദ ഗ്രേറ്റ് സോഷ്യൽ റിഫോമർ ഓഫ് മഹാരാഷ്ട്ര, നോൺ ആസ് ലോകഹിതവാദി. അപ്പോൾ ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ആരാണ് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്. ആരാണ്? ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്. ഗ്രേറ്റ് സോഷ്യൽ റിഫോമർ ഓഫ് എവിടത്തെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, ഇനി അടുത്തത് സേവാ സദൻ. സേവാ സദൻ വാസ് ഫൗണ്ടഡ് ബൈ ബഹ്റാംജി മൽബാരി, ദ ഗ്രേറ്റസ്റ്റ് സോഷ്യൽ റിഫോമർ ഓഫ് പാർസി കമ്മ്യൂണിറ്റിയാണ് ആര്? ബഹ്റാംജി മൽബാരി. സേവാ സദൻ വാസ് ഫൗണ്ടഡ് ബൈ ബഹ്റാംജി മൽബാരി, ദ ഗ്രേറ്റസ്റ്റ് സോഷ്യൽ റിഫോമർ ഓഫ് പാർസി കമ്മ്യൂണിറ്റി. സേവാ സദൻ ആരാണ് ഫൗണ്ടർ? ബഹ്റാംജി മൽബാരി. ഓക്കെ, ഏത് വർഷമാണ്? 1885. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NM ജോഷി ഫൗണ്ടഡ് സോഷ്യൽ സർവീസ് ലീഗ് അറ്റ് ബോംബെ 1911. 1911 NM ജോഷി സോഷ്യൽ സർവീസ് ലീഗ് തുടങ്ങി. സോഷ്യൽ സർവീസ് ലീഗിൻ്റെ ഫൗണ്ടറാണ് NM ജോഷി. ഏത് വർഷമാണ്? 1911. 1911 NM ജോഷി ഫൗണ്ടഡ് സോഷ്യൽ സർവീസ് ലീഗ് അറ്റ് ബോംബെ 1911. 1911. ഹി ഓൾസോ ഫൗണ്ടഡ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. അപ്പോൾ 1911 എന്താണ് സ്ഥാപിച്ചത് NM ജോഷി? സോഷ്യൽ സർവീസ് ലീഗ് എന്ന് പറയുന്ന സംഘടന. ഓർത്ത് വെക്കുക, സോഷ്യൽ സർവീസ് ലീഗ് 1911 ബോംബെയിൽ NM ജോഷി. ഇദ്ദേഹം തന്നെയാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് 1920 ബോംബെയിൽ സ്ഥാപിച്ചത്. NM ജോഷി. അടുത്തത് HN കുൻസ്രു ഫൗണ്ടഡ് സേവാ സമിതി. നേരത്തെ സേവാ സദൻ, ഇതെല്ലാം കൂടെ മാറിപ്പോയത്. സേവാ സദൻ പാർസി നേതാവായ ബഹ്റാംജി മൽബാരിയാണ്. എന്നാൽ സേവാ സമിതി, ഇത് സേവാ സദനും ഇത് സേവാ സമിതിയും. സേവാ സമിതി HN കുൻസ്രു 1914 അലഹാബാദിലാണ്. അടുത്തത് DK കാർവേ. വെരി ഇമ്പോർട്ടൻറ്റ്. DK കാർവേ ഫൗണ്ടഡ് വിഡോ റീമാരേജ് അസോസിയേഷൻ ആൻഡ് ഫൗണ്ടഡ് എ വുമൺ യൂണിവേഴ്സിറ്റി ഇൻ പൂനെ 1916. അപ്പോൾ DK കാർവേ ആണ് എന്ത്? വിഡോ റീമാരേജ് അസോസിയേഷൻ സ്ഥാപിച്ചത്. വിഡോ റീമാരേജ് ആക്ട് ഓർമ്മല്ലേ 1856 ആരാ? ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പ്രവർത്തന ഫലമായിട്ട്. എന്നാൽ DK കാർവേ ആണ് വിഡോ റീമാരേജ് അസോസിയേഷൻ്റെ ഫൗണ്ടർ. 1916 വുമൺ യൂണിവേഴ്സിറ്റി പൂനെയിൽ സ്ഥാപിച്ചു അദ്ദേഹം. ഫസ്റ്റ് വുമൺ കോളേജ് ഇൻ ഇന്ത്യ, ബദൂൺ കോളേജ് എവിടെയാണ്? കൊൽക്കട്ടയിൽ. സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ EV രാമസ്വാമി നായ്ക്കർ 1925 തമിഴ്നാടുവിൽ. സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് 1925 EV രാമസ്വാമി നായ്ക്കർ തമിഴ്നാട്ടിൽ തുടങ്ങി. ഇൻ 1876 ഇന്ത്യൻ അസോസിയേഷൻ വാസ് ഫൗണ്ടഡ് ബൈ. അപ്പം നേരത്തെ നമ്മൾ എന്താണ് സോഷ്യൽ സർവീസ് ലീഗ് പറഞ്ഞു. ആരതാ? NM ജോഷി 1911. ഇത് ഇന്ത്യൻ അസോസിയേഷൻ എന്ത് വർഷം? 1876 വാസ് ഫൗണ്ടഡ് ബൈ സുരേന്ദ്രനാഥ ബാനർജി ആൻഡ് ആനന്ദ മോഹൻ ബോസ്. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ 1876 എന്ന് ഓർമ്മിക്കുക. 1876 ഇന്ത്യൻ അസോസിയേഷൻ. ഫൗണ്ടേഴ്സ് സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൂവ്മെൻറ്റ് ബിഫോർ ദ ഫോർമേഷൻ ഓഫ് INC എന്നാണ് പറയുന്നത് ഇന്ത്യൻ അസോസിയേഷനെ കുറിച്ചിട്ട്. 1876 ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ ഈസ് നോൺ ആസ് ഫോർ റണ്ണർ ഓഫ് INC. INCയുടെ മുൻഗാമി എന്നാണ് ഇന്ത്യൻ അസോസിയേഷൻ. ആരാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും. ബംഗാളി വാസ് ദ പബ്ലിക്കേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടനയുടെ പബ്ലിക്കേഷൻ ഏതാണ്? ബംഗാളിയാണ്. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് സൗത്ത് ഇന്ത്യ ആരാണ്? സുബ്രഹ്മണ്യ അയ്യറാണ്. G. സുബ്രഹ്മണ്യ അയ്യർ. ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യ ആനി ബസന്റ്. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ബംഗാളാണ് സുരേന്ദ്രനാഥ ബാനർജി. ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകരിൽ ഒരാൾ. ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് 1857 വാർ കൺവർ സിംഗ് ആണ്. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ തന്നെ കുറച്ച് വിട്ടുപോയ കാര്യങ്ങൾ പറയുകയാണ്.
പ്രാർത്ഥനാ സമാജം നമ്മൾ പറഞ്ഞിരുന്നു 1867 അല്ലേ, ആത്മാരാം പാണ്ഡുരംഗ് ആണ് ഫൗണ്ടർ. അപ്പോൾ അതിൽ വേറെ 2 പ്രവർത്തകരാണ് MG റാനഡെയും RG ഭണ്ഡാർക്കറും. MG റാനഡെയും RG ഭണ്ഡാർക്കറും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. തെലുങ്ക് റിഫോമർ ഹു എൻകറേജ്ഡ് പ്രാർത്ഥനാ സമാജ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ പ്രാർത്ഥനാ സമാജത്തിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു വീരേശലിംഗ പാണ്ഡുലു. പിന്നെ തിയോസഫിക്കൽ മൂവ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അടയാറിൽ തിയോസഫിക്കൽ സൊസൈറ്റി തുടങ്ങിയത് ഏത് വർഷമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ആനി ബസൻ്റ് 1893 ആനി ബസൻ്റ് ഇന്ത്യയിൽ വന്നിട്ട് ഈ തിയോസഫിക്കൽ സൊസൈറ്റീൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയാണ്. അതിനുശേഷമാണ് ഇന്ത്യയിൽ അതിന് പ്രചാരം ലഭിച്ചത് 1893. മദ്രാസ് ഹിന്ദു അസോസിയേഷൻ്റെ ഫൗണ്ടർ ആനി ബസൻ്റ് ആണ്. മദ്രാസ് ഹിന്ദു അസോസിയേഷൻ്റെ ഫൗണ്ടർ ആനി ബസൻ്റ് ആണ്. 1904 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ്റെ ഫൗണ്ടർ ആനി ബസൻ്റ് ആണ്. 1904 സെൻട്രൽ ഹിന്ദു കോളേജ് ബനാറസിലെ സെൻട്രൽ ഹിന്ദു കോളേജിൻ്റെ ഫൗണ്ടറും ആനി ബസൻ്റ് ആണ്. ഗ്രാൻഡ് ഓൾഡ് വുമൺ, അത് നേരത്തെ നമ്മൾ പറഞ്ഞു, ആനി ബസൻ്റ് ഗ്രാൻഡ് ഓൾഡ് വുമൺ ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്നറിയപ്പെടുന്നു. ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും ആനി ബസൻ്റ് പബ്ലിഷ് ചെയ്തതാണ്. ഏതൊക്കെയാണ്? ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവെൽത്ത് വേർ പബ്ലിഷ്ഡ് ബൈ ആനി ബസൻ്റ്. ഓക്കെ. ഹോം റൂൾ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ബൈ ആനി ബസൻ്റ്. ഹോം റൂൾ മൂവ്മെൻറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ആനി ബസൻ്റ് ആണ്. ദ ബുക്സ് റിട്ടൺ ബൈ ആനി ബസൻ്റ്, മൈ പാത്ത് ടു എത്തിസം, ദ ലോ ഓഫ് പോപ്പുലേഷൻ, ഇസോട്ടറിക് ക്രിസ്ത്യാനിറ്റി, ഇത്രയാണ്. മൈ പാത്ത് ടു എത്തിസം, ദ ലോ ഓഫ് പോപ്പുലേഷൻ, ഇസോട്ടറിക് ക്രിസ്ത്യാനിറ്റി, ഇത്രയും ആനി ബസൻ്റിൻ്റെ ബുക്സാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു സെൻട്രൽ ഹിന്ദു കോളേജിൻ്റെ കാര്യം. സെൻട്രൽ ഹിന്ദു കോളേജ് ആനി ബസൻ്റ് ബനാറസിൽ സ്ഥാപിച്ചതാണ്. സെൻട്രൽ ഹിന്ദു കോളേജ് അറ്റ് ബനാറസ് ബിക്കം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മദൻ മോഹൻ മാളവ്യൻ്റെ നേതൃത്വത്തിൽ സെൻട്രൽ ഹിന്ദു യൂണിവേഴ്സിറ്റിയായി. ഇനി യങ് ബംഗാൾ മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ബൈ ഹെൻറി വിവിയൻ ഡെറോസിയോ. അദ്ദേഹം കൽക്കട്ടയിലെ ഹിന്ദു കോളേജിലെ ടീച്ചറായിരുന്നു. പിന്നെ പറയേണ്ടത് ഈ വിവിയൻ ഡെറോസിയോൻ്റെ ഫോളോവേഴ്സിനെ ഡെറോസിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അക്കാദമിക് അസോസിയേഷൻ ഈസ് ദ ന്യൂ ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ബൈ വിവിയൻ ഡെറോസിയോ ഇൻ 1828. എന്താ അതിൻ്റെ പേര്? അക്കാഡമിക് അസോസിയേഷൻ എന്ന് പറയുന്നത് വിവിയൻ ഡെറോസിയോ സ്റ്റാർട്ട് ചെയ്ത ന്യൂ ഓർഗനൈസേഷനാണ്. ഓക്കെ. ഏത് വർഷമാണ്? 1828. എന്താണ് പേര്? അക്കാഡമിക് അസോസിയേഷൻ. ഹെൻറി വിവിയൻ ഡെറോസിയോ കമ്പോസ്ഡ് എ പോയം ടു ഇന്ത്യ മൈ നേറ്റീവ് ലാൻഡ്. എന്താണ്? ടു ഇന്ത്യ മൈ നേറ്റീവ് ലാൻഡ്. അദ്ദേഹം കമ്പോസ് ചെയ്ത ഒരു പോയമാണ്. അക്കാഡമിക് അസോസിയേഷൻ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ന്യൂ ഓർഗനൈസേഷൻ 1828. ഇനി ഒഫീഷ്യൽ ജേർണൽ ഓഫ് യങ് ബംഗാൾ മൂവ്മെൻ്റ് ഉണ്ട്. ഞാൻ റസാൻ എന്നാണ് പേര്. ഞാൻ JNAN, ഞാനാണ് കേട്ടോ. ഞാൻ വിജ്ഞാൻ എന്നൊക്കെ ഉള്ളതിന് ഞാൻ റസാൻ. ഇനി സത്യശോധക സമാജം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സത്യശോധക സമാജമൊക്കെ. അപ്പോൾ അതിൽ പറയാത്ത എന്തെങ്കിലും പോയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അതായത് ആരായിരുന്നു? ജ്യോതിറാവ് ഫൂലെ, നമ്മുടെ അംബേദ്കറിൻ്റെ ഗുരു. ഓർമ്മ ഉണ്ടല്ലേ? ഏത് വർഷമായിരുന്നു? 1873. അപ്പോൾ അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ ജ്യോതിറാവ് ഫൂലെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഒരു സ്കൂൾ തുടങ്ങി പൂനെയിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഏത് വർഷം? 1851. ഓക്കെ.
പിന്നെ ദേവസമാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവസമാജത്തിൽ പറയുന്നത് ദേവശാസ്ത്ര ഈസ് റിലീജിയസ് ടെക്സ്റ്റ് ഓഫ് ദേവസമാജ് എന്ന് പറയുന്നുണ്ട്. ദേവശാസ്ത്ര ഈസ് എ റിലീജിയസ് ടെക്സ്റ്റ് ഓഫ് ദേവസമാജ്. ടീച്ചിങ്സ് ഓഫ് ദേവസമാജ് വെർ നോൺ ആസ് ദേവധർമ്മ. ദേവശാസ്ത്ര പറഞ്ഞാൽ ദേവസമാജിൻ്റെ റിലീജിയസ് ടെക്സ്റ്റാണ്. ടീച്ചിങ്സ് ഓഫ് ദേവസമാജ് വെർ നോൺ ആസ് ദേവധർമ്മ. ഓക്കെ. ഇനി സിഖ് റീഫോം മൂവ്മെൻറ്റ്സ് ആണ് പറയുന്നത്. സിഖ് സഭാ മൂവ്മെൻറ്റ് ഫൗണ്ടഡ് അറ്റ് അമൃതസർ. ദ മൂവ്മെൻറ്റ് അസോസിയേറ്റഡ് വിത്ത് സിഖ് റീഫോംസിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് അകാലി മൂവ്മെൻറ്റ്. സിഖ് ഗുരുദ്വാര ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ 1922, ലേറ്റർ അമെൻഡഡ് ഇൻ 1925. സിഖ് ഗുരുദ്വാര ആക്ട് 1922 പാസ്സായത്. 1925 ഇത് അമെൻഡ് ചെയ്തു. ഇനി കൂഗ മൂവ്മെൻറ്റ് എന്തിനാണ്? സിഖ് റീഫോംസിനാണ് കൂഗ മൂവ്മെൻറ്റ് വന്നത്. പഞ്ചാബിലാണ് വന്നത്. കൂഗ മൂവ്മെൻറ്റിൻ്റെ ലീഡേഴ്സ് ബാബ രാം സിംഗ്, ബാബ ബാലക് സിംഗ്, ഭഗത് ജവഹർ മാൾ. ഇനി അനുശീലൻ സമിതി ശ്രദ്ധിച്ചോളൂ. അനുശീലൻ സമിതി തുടങ്ങിയത് 1902. അനുശീലൻ സമിതി 1902 സ്റ്റാർട്ട് ചെയ്തത്. അനുശീലൻ സമിതി എന്ന് പറഞ്ഞാൽ സെൽഫ് കൾച്ചർ അസോസിയേഷൻ. അപ്പോൾ എന്താണ് സെൽഫ് കൾച്ചർ അസോസിയേഷൻ? അനുശീലൻ സമിതിയാണ് സെൽഫ് കൾച്ചർ അസോസിയേഷൻ. CR ദാസ്, അരബിന്ദോ ഘോഷ്, സുരേന്ദ്രനാഥ ടാഗോർ, ജതീന്ദ്രനാഥ ബാനർജി, ഭൂപേന്ദ്രനാഥ ദത്ത് വർ ഫേമസ് ലീഡേഴ്സ്. ആരൊക്കെയാണ് അനുശീലൻ സമിതിയിലെ ഫേമസ് ലീഡേഴ്സ്? ആരൊക്കെയാണ്? CR ദാസ്, അരബിന്ദോ ഘോഷ്, സുരേന്ദ്രനാഥ ടാഗോർ, ജതീന്ദ്രനാഥ ബാനർജി, ഭൂപേന്ദ്രനാഥ ദത്ത വേർ ഫേമസ് ലീഡേഴ്സ്. ഓക്കെ. ആരൊക്കെയാണ്? CR ദാസ്, അരബിന്ദോ ഘോഷ്, സുരേന്ദ്രനാഥ ടാഗോർ, ജതീന്ദ്രനാഥ ബാനർജി, ഭൂപേന്ദ്രനാഥ ദത്ത വേർ ഫേമസ് ലീഡേഴ്സ്. ഓക്കെ. ഏതിൻ്റെയാണ്? അനുശീലൻ സമിതിൻ്റെ. അപ്പോൾ മെയിനായിട്ട് CR ദാസ് സെൽഫ് കൾച്ചർ അസോസിയേഷൻ. വേറെ ആരൊക്കെയാണ്? CR ദാസും, അരബിന്ദോ ഘോഷ്, സുരേന്ദ്രനാഥ ടാഗോർ, ജതീന്ദ്രനാഥ ബാനർജി, ഭൂപേന്ദ്രനാഥ ദത്ത. ഇന്ത്യ ഹൗസ് സ്റ്റാർട്ടഡ് ഓൺ 1905 ലണ്ടനിലാണ്. ശ്യാംജി കൃഷ്ണവർമ്മയാണ് സ്റ്റാർട്ട് ചെയ്തത്. ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് വാസ് പബ്ലിഷ്ഡ് ബൈ ശ്യാംജി കൃഷ്ണവർമ്മ. 1905 ലണ്ടനിലാണ് ശ്യാംജി കൃഷ്ണവർമ്മ ഇന്ത്യ ഹൗസ് സ്റ്റാർട്ട് ചെയ്തത്. ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത് ശ്യാംജി കൃഷ്ണവർമ്മൻ്റെ പബ്ലിക്കേഷനാണ്. ഇനി കുറച്ച് പെസൻറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ട്. കർഷക സമരങ്ങൾ എന്ന് പറയാം. എന്തൊക്കെയാണ്? The Sandals revolted against the British under the leadership of Sidhu and Kanha at Rajmahal Hills, Bihar, 1855. 1855 സിദ്ധുവും കൻഹയും എവിടെയാണ്? അതായത് സന്താൾ റിവോൾട്ടാണത് സംഭവം. ബീഹാറിലെ രാജ്മഹൽ കുന്നുകളിൽ സന്താൾസ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരമാണ്. രാജ്മഹൽ ഹിൽസിൽ വെച്ച് നടത്തിയതാണ് സന്താൾ റിവോൾട്ട്. ഏത് വർഷം? 1855. സന്താൾസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ട്രൈബൽസാണ്. ഇവിടുത്തെ ബീഹാറിലെ ബംഗാൾ ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ് റിവോൾട്ടഡ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് ഹു ബിഹേവ്ഡ് ലൈക്ക് ഫ്യൂഡൽ ലോഡ്സ് ഇൻ ദർ എസ്റ്റേറ്റ്സ്. അപ്പോൾ 1860 ബംഗാളിലാണ് ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയത്. ദിഗംബർ ബിശ്വാസ് ആൻഡ് വിഷ്ണു ചരൺ ബിശ്വാസ് വേർ ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ഇൻഡിഗോ റിവോൾട്ട്.
ഇൻഡിഗോ റിവോൾട്ടിൻ്റെ നേതാക്കളും ദിഗംബർ ബിശ്വാസും വിഷ്ണു ചരൺ ബിശ്വാസുമാണ്. ഓക്കെ, ദിഗംബർ ബിശ്വാസും വിഷ്ണു ചരൺ ബിശ്വാസുമാണ്. ഓക്കെ, അപ്പോൾ ഇത് ബംഗാളിലാണ്, അതുകൊണ്ടാണ് ബി എന്ന് പറയുന്നത്. അവർക്ക് വി ഇല്ല, വിശ്വാസ് എന്ന് നമ്മൾ പറയുന്നതിനാണ് അവർ ബി എന്ന് പറയുന്നത്. അപ്പോൾ ദിഗംബർ രവീന്ദ്രനാഥ ടാഗോർ എന്ന് നമ്മൾ പറയും, പക്ഷെ ബംഗാളിൽ രവീന്ദ്രനാഥ ടാഗോർ എന്നാണ് പറയാം. അപ്പോൾ ദിഗംബർ ബിശ്വാസും വിഷ്ണു ചരൺ ബിശ്വാസുമാണ് മെയിൻ ലീഡേഴ്സ് ഓഫ് ഇൻഡിഗോ റിവോൾട്ട്. എവിടെയാണിത് നടന്നത്? ബംഗാളിലെ ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ് ബ്രിട്ടീഷുകാർക്കെതിരെ 1860 എന്ത് ചെയ്തു? സമരം നടത്തി. അതിൻ്റെ നേതാക്കൾ, ഇൻഡിഗോ റിവോൾട്ടിൻ്റെ നേതാക്കൾ ആരാണ്? ദിഗംബർ ബിശ്വാസും വിഷ്ണു ചരൺ ബിശ്വാസുമാണ്. The play depicted the severe exploitation suffered by the indigo farmers in Bengal. നീൽ ദർപ്പൺ, അതിൻ്റെ പേരെന്താണ്? നീൽ ദർപ്പൺ. അത് എഴുതിയത് ദീനബന്ധു മിത്ര. The play depicted the severe exploitation suffered by the indigo farmers in Bengal. നീൽ ദർപ്പൺ. അതിൻ്റെ റൈറ്റർ ദീൻബന്ധു മിത്ര. ഓക്കെ, അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ട നാടകമാണ് ഈ നീലദർപ്പൺ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആരാണ് റൈറ്റർ? ഇപ്പോൾ ഇൻഡിഗോ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആരാണ് റൈറ്റർ? ദീനബന്ധു മിത്രയാണ് റൈറ്റർ. അടുത്തത് ദ നോവൽ ബേസ്ഡ് ഓൺ സന്യാസി റിവോൾട്ട് ഓഫ് ബംഗാളി പെസൻസ് ആണ് ആനന്ദമഠ്. അപ്പോൾ നോവൽ ബേസ്ഡ് ഓൺ സന്യാസി റിവോൾട്ട് ഓഫ് ബംഗാളി പെസൻസ് ആണ് ആനന്ദമഠ്, റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠ് എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആനന്ദമഠ് ഈസ് കൺസിഡേർഡ് ആസ് ബൈബിൾ ഓഫ് ബംഗാളി പാട്രിയോട്ടിസം. ബംഗാളി പാട്രിയോട്ടിസത്തിൻ്റെ, ബംഗാളി ദേശീയ എന്താ പറയുക, പാട്രിയോട്ടിസം എന്ന് പറഞ്ഞാൽ ദേശഭക്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആനന്ദമഠാണ്. ആനന്ദമഠ് എന്ന് പറയുന്ന ബുക്കാണ്. ദ പെസൻസ് ഇൻ ദിസ് region were forced to cultivate indigo at the prices decided by the British. അതിനെയാണ് എന്ത് പറഞ്ഞത്? തീൻ കാത്തിയ സിസ്റ്റം. അപ്പോൾ ഇതിനെതിരെ ഗാന്ധിജി പിന്നെ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്, തീൻ കാത്തിയ സിസ്റ്റത്തിനെതിരെ. അപ്പം അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്തുകൊള്ളണം? വിറ്റുകൊള്ളണം നമ്മുടെ ഇൻഡിഗോ ഒക്കെ. അതാണ് തീൻ കാത്തിയ സിസ്റ്റം. ഇക്കാ മൂവ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ പെസൻറ്റ് അപ്രൈസിങ് ഇൻ സദേൺ ഡിസ്ട്രിക്ട്സ് ഓഫ് അവാദ്. ഓർത്ത് വെക്കുക ഇക്കാ മൂവ്മെൻറ്റ് കേട്ടോ. ഇനി ദ റിവോൾട്ട് ടേക്കൺ by the Muslim leaseholders and cultivators of South Malabar is known as മാപ്പിള റെബല്യൻ. അപ്പോൾ നമ്മുടെ സൗത്ത് മലബാറിൽ നടന്ന റെബല്യനാണ് 1921 മാപ്പിള റെബല്യൻ. ഇനി നിരങ്കാരി മൂവ്മെൻറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ബാബ ദയാൽദാസ്. നിരങ്കാരി മൂവ്മെൻറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ബാബ ദയാൽദാസ്. നംദാരി മൂവ്മെൻറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ബാബ റാം സിംഗ്. Parsi Religious Reform Association was founded at Bombay by Furduji Naroji and S.S. Bengali in 1881. Jagat Mitra, a monthly journal, was published by Naroji. ഇതൊക്കെ ഓർത്ത് വെച്ചോളൂ, ഇതൊക്കെ ഇടയ്ക്ക് ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ജഗത് മിത്ര, എ മന്ത്ലി ജേണൽ, വാസ് പബ്ലിഷ്ഡ് ബൈ നവറോജി. The leader of Telangana revolt, which began in 1946, is P. Sundarayya. The leader of Telangana revolt, which began in 1946. അതിൻ്റെ ലീഡർ ആരാണ്? സുന്ദരയ്യ. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയും കുറച്ച് മൂവ്മെൻറ്റ്സും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞതല്ലാത്ത കാര്യങ്ങളെ പറയുന്നുള്ളൂ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്പ്രെഡ് പ്രോഗ്രസീവ് സോഷ്യൽ ഐഡിയാസ് ത്രൂ ഹിസ് ജേണൽ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലിഗർ മൂവ്മെൻറ്റിൻ്റെ നേതാവാണ്. അപ്പോൾ സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്പ്രെഡ് പ്രോഗ്രസീവ് സോഷ്യൽ ഐഡിയാസ് ത്രൂ ഹിസ് ജേണൽ തഹ്സീബ് ഉൽ അഖ്ലഖ്. തഹ്സീബ് ഉൽ അഖ്ലഖ്. തഹ്സീബ് ഉൽ അഖ്ലഖ് ആരുടെ ജേണലാണെന്ന് അതിന് ചോദിക്കാം. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞു
The movement started for the religious very important. The movement started for the religious education of Muslim community all over India by Muhammad Qasim Nanatawi Nanatawi and ആരാണ് റാഷിദ് അഹമ്മദ് ഗംഗോഹി. അപ്പോൾ മുസ്ലിം റിലീജിയസ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് ട്ടുള്ള ഒരു മൂവ്മെൻ്റാണ്. ആര് തുടങ്ങിയതാണ്? മുഹമ്മദ് ഖാസിം നാനാതവിയും റാഷിദ് അഹമ്മദ് ഗംഗോഹിയും കൂടെ ദിയോബന്ദ് മൂവ്മെൻറ്റ്. ഏത് വർഷം? 1866 ദിയോബന്ദ് മൂവ്മെൻറ്റ്. ദ മൂവ്മെൻറ്റ് വിച്ച് സ്റ്റാർട്ടഡ് ഫോർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ മുസ്ലിം ഇൻ നാഷണൽ മൂവ്മെൻറ്റ്, അഹറാർ മൂവ്മെൻറ്റ്. അപ്പോൾ നാഷണൽ മൂവ്മെൻറ്റിൽ മുസ്ലിംസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അഹറാർ മൂവ്മെൻറ്റ്. ലീഡേഴ്സ് ഓഫ് അഹറാർ മൂവ്മെൻറ്റ് മൗലാന മുഹമ്മദ് അലിയും ഹക്കീം അജ്മൽ ഖാനുമാണ്. മൗലാന മുഹമ്മദ് അലിയും ഹക്കീം അജ്മൽ ഖാനുമാണ്. ദ മൂവ്മെൻറ്റ് വിച്ച് വാസ് ഓൾസോ നോൺ ആസ് ഖാദിയാനി മൂവ്മെൻറ്റ്, അഹമ്മദീയ മൂവ്മെൻറ്റ്. അഹമ്മദീയ മിർസ ഗുലാം അഹമ്മദിൻ്റെ അല്ലേ അഹമ്മദീയ മൂവ്മെൻറ്റ്. അപ്പം അതിൻ്റെ വേറെ ഒരു പേരാണ് ഖാദിയാനി മൂവ്മെൻറ്റ്. എന്താണ് ഖാദിയാനി മൂവ്മെൻറ്റ്? ദ മൂവ്മെൻറ്റ് വിച്ച് കണ്ടംഡ് ഓൾ ചേഞ്ചസ് ആൻഡ് ഇന്നോവേഷൻ ടു ഇസ്ലാംസ്. വഹാബി മൂവ്മെൻറ്റ്. ദ മൂവ്മെൻറ്റ് വിച്ച് കണ്ടംഡ് ഓൾ ചേഞ്ചസ് ആൻഡ് ഇന്നോവേഷൻസ് ടു മുസ്ലിം. അതിനു വേണ്ടി നടത്തിയതാണ്. മൊത്തത്തിലൊരു ഇതിന് വേണ്ടിയിട്ട് മുസ്ലിംസിൻ്റെ മാത്രം ഒരു എന്താ പറയുക മൂവ്മെൻറ്റാണ്. മുസ്ലിംസിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് വഹാബി മൂവ്മെൻറ്റ്. അടുത്തത് ഭാരത് മാതാ അസോസിയേഷൻ വാസ് സ്റ്റാർട്ടഡ് ബൈ നീലകണ്ഠ ബ്രഹ്മചാരി. നീലകണ്ഠ ബ്രഹ്മചാരിയാണ് ഭാരത് മാതാ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. നീലകണ്ഠ ബ്രഹ്മചാരി 1909-10 സ്വദേശി സ്റ്റീം നേവിഗേഷൻ കമ്പനി മോഡേൺ ആണ്. വാസ് ലോഞ്ച്ഡ് ബൈ VO ചിദംബര പിള്ളെ. നേരത്തെ പറഞ്ഞ വഹാബി മൂവ്മെൻറ്റ് വാസ് ലെഡ് ബൈ സയ്യിദ് അഹമ്മദ് ബറേൽവി. നേരത്തെ പറഞ്ഞില്ലേ മൂവ്മെൻറ്റ് വിച്ച് കണ്ടംഡ് ഓൾ ചേഞ്ചസ് ആൻഡ് ഇന്നോവേഷൻസ് ടു ഇസ്ലാം എന്ന് പറഞ്ഞില്ലേ വഹാബി മൂവ്മെൻറ്റ്. അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് സയ്യിദ് അഹമ്മദ് ബറേൽവി ആണ്. ഇനി തെബാഗ മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ഇൻ ബംഗാൾ. തെബാഗ മൂവ്മെൻറ്റ് എവിടെയാണ്? ബംഗാളിലാണ്. തെബാഗ മൂവ്മെൻറ്റ് ബംഗാളിലാണ്. ഇനി കുറച്ച് അഗ്രികൾച്ചറൽ ലോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ദ അഗ്രികൾച്ചറിസ്റ്റ് റിലീഫ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1879. അഗ്രികൾച്ചറിസ്റ്റ് റിലീഫ് ആക്ട് 1879. പിന്നെ ദ ഫസ്റ്റ് ഫാക്ടറി ആക്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഫാക്ടറി ആക്ട് കൊല്ലം ഇപ്പം തന്നെ ഓർത്ത് വെക്കുക, 1881. The first All India Kisan Sabha was formed at Lucknow in 1936. അതും ഓർത്ത് വെക്കുക. ഓൾ ഇന്ത്യ കിസാൻ സഭ എവിടെ തുടങ്ങി? ആദ്യമായിട്ട് ലക്നൗവിലാണ്. ഏത് വർഷം? 1936. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ഇൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1920. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ഇൻ 1920. ഇനി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866, അതും പറഞ്ഞതാണ്. ഇന്ത്യൻ അസോസിയേഷൻ അതും പറഞ്ഞതാണ് 1876. ഇന്ത്യൻ ലീഗ് അത് പറഞ്ഞിട്ടില്ല 1875. ഇന്ത്യൻ നാഷണൽ യൂണിയൻ 1884. അതാണ് പിന്നെ എന്തായി മാറിയത്? യൂണിയൻ മാറിയിട്ടാണ് കോൺഗ്രസ് ആയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885. ഓക്കെ. ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജിയാണ് തുടങ്ങിയത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് കൺവീൻഡ് ബൈ സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് അതിൻ്റെ കൺവീനർ ആരായിരുന്നു? സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു. 1883 കൊൽക്കട്ടയിൽ ഇന്ത്യൻ നാഷണൽ കോൺഫറൻസിന്. അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ. ഇനി കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്, അത് നോക്കാം. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. നമുക്കറിയാം ഇന്ത്യയുടെ പിതാമഹൻ ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. എന്നാൽ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് നമുക്കറിയാം മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാത്ത HSRA, നമ്മുടെ
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാം. HSRൻ്റെ ഫുൾ ഫോം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി അല്ലെങ്കിൽ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി അല്ലെങ്കിൽ അസോസിയേഷൻ. ഫസ്റ്റ് റെവല്യൂഷണറി മൂവ്മെൻറ്റ് ഇൻ ദ നാഷണൽ ലെവൽ എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് എന്നാണ് പറയുന്നത്. റവല്യൂഷണറി മൂവ്മെൻ്റ് ആണ്. ഫസ്റ്റ് റവല്യൂഷണറി മൂവ്മെൻറ്റ് ഇൻ ദ നാഷണൽ ലെവൽ എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് എന്നാണ് നിലവിൽ വന്നത്. 1928 ഫിറോസ് ഷാ കോട്ട്ലാണ് ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ലയിലാണ് തുടക്കം കുറിച്ചത്. മേജർ ലീഡേഴ്സ് ചന്ദ്രശേഖർ ആസാദും ഭഗത് സിംഗും സുഖ്ദേവുമാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലെങ്കിൽ ആർമീൻ്റെ ലീഡേഴ്സ്. അപ്പോൾ ഏത് വർഷമാണ്? 28 ഫിറോസ് ഷാ കോട്ട്ല ഡൽഹിയിലാണ് തുടങ്ങിയത്. ചന്ദ്രശേഖർ ആസാദും ഭഗത് സിംഗും സുഖ്ദേവുമാണ് മെയിൻ ലീഡേഴ്സ്. യെല്ലോ പേപ്പർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റഡ് ബൈ സജീന്ദ്രനാഥ സന്യാൽ. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം അല്ലേ, സജീന്ദ്രനാഥ സന്യാലായിരുന്നു. ഡോക്ടർ ജദു ഗോപാൽ മുഖർജി ആൻഡ് രാം പ്രസാദ് ബിസ്മിലാണ്. അപ്പോൾ യെല്ലോ പേപ്പർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത് എന്താണെന്നൊന്നും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. യെല്ലോ പേപ്പർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത് സജീന്ദ്രനാഥ സന്യാലും ഡോക്ടർ ജാദു ഗോപാൽ മുഖർജിയും രാം പ്രസാദ് ബിസ്മിലുമാണ്. യെല്ലോ പേപ്പർ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. അതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരാളാണ് രാം പ്രസാദ് ബിസ്മിൽ. ആ സംഘടനയുടെ ഒരു നിയമസംഹിത എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പോൾ യെല്ലോ പേപ്പർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റഡ് ബൈ സജീന്ദ്രനാഥ സന്യാൽ, ഡോക്ടർ ജാദു ഗോപാൽ മുഖർജി ആൻഡ് രാം പ്രസാദ് ബിസ്മിൽ. ഞാൻ പറഞ്ഞല്ലോ, രാം പ്രസാദ് ബിസ്മിലാണ് ഈ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ ഫൗണ്ടർ മെമ്പേഴ്സിൽ ഒരാളാണ്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനാണ്, മറന്നു പോകരുത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുതലുള്ള ഭാഗങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. അവിടെയും ഒരുപാട് അതായത് സ്വാതന്ത്ര്യ സമരത്തിന് സമയത്ത് നടന്ന ഓരോരോ റെബല്യൻസും ഓരോരോ സമരങ്ങളും ഒക്കെ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സെക്ഷനിൽ വരുന്നതാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ വീഡിയോ വളരെ ലെങ്തി ആയിപ്പോയി. ഇത് തന്നെ കുറച്ചധികം ലെങ്തിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ തീർച്ചയായും കാണും. വീഡിയോ എന്നതിലുപരി ഇത് കേട്ട് പഠിക്കണം, ഓഡിയോ ആണ് ശരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വായിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മെയിനായിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സിലോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ ഒക്കെ കേട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ അതിനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് കുക്ക് ചെയ്യുമ്പോഴോ ഒക്കെ ആയിട്ടും സ്പീക്കറിലൊക്കെ ഇട്ട് കേൾക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും കേട്ട് ഇത് നമ്മുടെ മനസ്സിൽ നിൽക്കും. അപ്പം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് വളരെ ഹാർഡ് വർക്ക് ചെയ്യാം. സമയമില്ല എന്ന് വിചാരിക്കരുത്. ഉള്ള സമയം നമ്മൾ ഉപയോഗിക്കുക. ഇല്ലാത്ത നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. എന്നാലും അതിൻ്റെ ഇടയിലൊക്കെ വീണ് കിട്ടുന്ന സമയങ്ങൾ നമ്മൾ ഉപയോഗിക്കാം. നമ്മൾക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. അപ്പം എല്ലാവർക്കും ആശംസകൾ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.